മലപ്പുറം വണ്ടൂർ കാപ്പിലിൽ 2 പേർക്ക് വെട്ടേറ്റ കേസിലേക്കാണ്. കാപ്പിൽ സ്വദേശികളായ വിശാഖ്, ജിതിൻ എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇരുവരുടെയും കൈക്കാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ഇരുവരും BJP പ്രവർത്തകരാണ്. CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് BJP ആരോപിക്കുന്നു. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇത് രാഷ്ട്രീയ വിരോധമാണോ ഈ സംഭവത്തിന് പിന്നിൽ? അങ്ങനൊരു രാഷ്ട്രീയ തർക്കം നിലനിൽക്കുന്ന പ്രദേശമാണോ ഈ കാപ്പിൽ? ടോം, ഇതുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകർ പറയുന്നത് രാഷ്ട്രീയ വിരോധമാണ്, രാഷ്ട്രീയമാണ് പ്രശ്നമെന്നൊക്കെയാണ്. പക്ഷേ പോലീസും CPM പറയുന്നത് അത് രാഷ്ട്രീയ പ്രശ്നമല്ല, മറിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അക്രമത്തിലേക്ക് എത്തിയത് കുട്ടികൾ തമ്മിലുള്ള തർക്കമാണ് എന്നുള്ളതാണ്. അതായത് ഇതിൽ ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ള 2 പേർ, വിശാഖ്, ജിതിൻ. ഇതിൽ ജിതിൻ്റെ മകനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ ആരോപിക്കുന്ന BJPക്കാർ ആരോപിക്കുന്ന ആക്രമിച്ചു എന്ന് പറയുന്നത് ജിനേഷ് രാജിൻ്റെ മകനും തമ്മിൽ സ്കൂളിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു മുൻപ്. അവർ UP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഈ തർക്കത്തെ തുടർന്നുണ്ടായ പ്രശ്നമാണ് ഈ ഒരു കയ്യാങ്കളിയിൽ എത്തിയതെന്നാണ് CPM-ഉം പോലീസും ഒക്കെ പറയുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ ഒരു തർക്കം അക്രമത്തിലേക്ക് വഴിമാറിയതും. കത്തി ഉപയോഗിച്ച് ഈ ജിനേഷ് രാജ് എന്ന വ്യക്തി ഇവരെ, വിശാഖിനെയും ജിതിനെയും ആക്രമിച്ചു എന്നാണ് പറയുന്നത് BJP പ്രവർത്തകർ പറയുന്നത്. എന്നാണെന്ന് 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ വിശാഖും ജിതിനും പെരിന്തൽമണ്ണയിലും അതേപോലെ ജിനേഷ് രാജ് മഞ്ചേരി മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ജിനേഷ് രാജിൻ്റെ കേസ് എടുത്തിട്ടുണ്ട്. ഇയാളിപ്പോൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് മെഡിക്കൽ കോളേജിലുള്ളത്. മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഈ ഒരു സംഘർഷത്തിലേക്ക് നയിക്കാൻ മാത്രം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ BJP ഇതിനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു വിഷയമായിട്ടാണ് കാണുന്നത്. 2 BJP പ്രവർത്തകരെ CPM പ്രവർത്തകർ ആക്രമിച്ചു. അതിൽ വാർഡ് മെമ്പറും ഈ ഒരു 24-ാം വാർഡ് മെമ്പറും ഈ അക്രമത്തിന് കൂട്ടുനിന്നൊക്കെയാണ് BJPയുടെ ആരോപണം. അത് ആരോപണം മാത്രമായിട്ടാണ് നിലനിൽക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനാവുന്നത്. ആരുടെയും പരിക്ക് ഇപ്പോൾ ഗുരുതരമല്ലാത്ത സാഹചര്യമാണ്. എല്ലാവരും ചികിത്സയിലാണുള്ളത്. ഈ സ്ഥലം കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പും വാർത്തകൾ ഇടം പിടിച്ച ഒരു സ്ഥലമാണ്. നേരത്തെ ഒരു CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ബാർബർ ഷാപ്പിൽ വെച്ച് കഴുത്തിൽ കത്തിവെച്ച് ദൃശ്യങ്ങളൊക്കെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ സ്ഥലം കൂടിയാണ് ഈ കാപ്പിൽ. അപ്പോഴങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ പോലും അവിടെ രാഷ്ട്രീയ തർക്കവും ചെറിയ ഇഷ്യൂസൊക്കെ ആവുന്ന ഒരു സ്ഥലമാണ്. എന്താണെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതിന് ശേഷം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ടോം, അതായത് ഈ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം അത് മാതാപിതാക്കൾ ഏറ്റെടുക്കുന്നു, പിന്നീട് അത് വലിയ സംഘർഷമായി മാറുന്നു. സംഭവത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ? പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ച വിശദീകരണം ഇപ്രകാരം തന്നെയാണ്. ഈ സ്കൂൾ കുട്ടികൾ, UP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള തർക്കം അത് മുൻപ് നടന്നതാണ്. അത് പിന്നീട് പറഞ്ഞ് വീണ്ടും തർക്കമാവുകയും ഇതിൽ ചോദിക്കാൻ ചെന്നപ്പോൾ പ്രകോപിതനായിട്ട് ഈ രക്ഷിതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നൊരു കാര്യം. ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയുള്ള ജിനേഷ് രാജിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്കെതിരെ ഈ ജിനേഷ് രാജിന് പരാതി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ കേസെടുക്കും. സ്വാഭാവികമായിട്ടും പരാതി പ്രകാരം കേസെടുക്കുന്നൊരു നടപടി ഉണ്ടായിരിക്കും. ഇതിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. രാത്രി തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. ഈ സംഭവത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ളൊരു ജാഗ്രത പോലീസ് അവിടെ കൈക്കൊണ്ടിട്ടുണ്ട്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയൊക്കെ വലിയ പ്രകോപനങ്ങൾ ഇത്തരത്തിൽ പ്രചരിക്കുമ്പോൾ അത് മറ്റു തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ള സാധ്യത നിൽക്കുന്നുണ്ട്. അതിനെതിരെയുള്ള നടപടികളും ഒരു ജാഗ്രതയും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. നിലവിൽ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളോ ക്രമസമാധാന പ്രശ്നങ്ങളോ ഇല്ല. ഈ അക്രമത്തിൽ പരിക്കേറ്റ 3 പേരും, പരാതിപ്പെട്ടവരും അതേപോലെ ഇതിൽ മുറിവേറ്റവരൊക്കെ നിലവിൽ ചികിത്സയിലാണുള്ളത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിലവിൽ ജിനേഷ് രാജിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുകയാണെന്നാണ് പോലീസ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ പോലീസ് വലിയ ജാഗ്രതയിലാണ്. ഏതെങ്കിലും രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇതിനു മുൻപ് രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിലാണ് ഒരു ബാർബർ ഷാപ്പിൽ ചെന്ന് യുവാവിൻ്റെ കഴുത്ത് മുറിച്ച് സംഭവം ഉണ്ടായത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ്. ഇതിനുശേഷം ഇത്തരമൊരു അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതിന് പിന്നിൽ രാഷ്ട്രീയമില്ല. 2 കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം അത് മാതാപിതാക്കൾ ഏറ്റെടുക്കുന്നു. അതേ തുടർന്നുള്ള തർക്കമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.